കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പവർ കട്ടില്ലാത്ത കേരളം, ആ ഒരു മുദ്രാവാക്യം വെറും ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ ആഴ്ചകൾ പിന്നിടുമ്പോഴും കേരളത്തിന്റെ മുക്കിലും മൂലയിലും രാത്രി കാലങ്ങളിൽ കറണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് പറയുന്ന KEB ജനങ്ങളെ ഇരുട്ടിലാക്കി സ്വിച്ച് ഓഫ് ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളുടെ വീടുകളിൽ ഇത്രയും കാലം ലൈറ്റുകൾ അണയാതിരുന്നത് പിണറായി വിജയന്റെ ഭരണമികവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആ വെളിച്ചത്തിന് പിന്നിൽ ഡൽഹിയിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ നടത്തിയ നിശബ്ദമായൊരു വിപ്ലവമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് തെരുവിൽ സമരം ചെയ്ത് പൂട്ടിക്കാൻ നോക്കിയ പദ്ധതികളുടെ കനിവ് കൊണ്ടാണ് ഇന്ന് കേരളം പ്രകാശിക്കുന്നത്. പിണറായി സർക്കാർ മൂടിവെച്ച ആ ഞെട്ടിക്കുന്ന കണക്കുകളും കേന്ദ്രത്തിന്റെ മാസ്റ്റർ പ്ലാനും നമുക്ക് പരിശോധിക്കാം. തിരഞ്ഞെടുപ്പ് സമയത്ത് LDF സർക്കാർ ഉയർത്തിക്കാട്ടിയ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് കേരളം വൈദ്യുതിയിൽ മികച്ച സംസ്ഥാനമാണ് എന്നതായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ലെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാകുന്നു. വേനൽ ചൂട് കൂടുമ്പോൾ ഉപഭോഗം കൂടുമെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് KEB ഇതിന് മുൻകൂട്ടി തയ്യാറെടുത്തില്ല? പ്രതിദിന ഉപഭോഗം 110 മില്യൺ യൂണിറ്റ് കടന്നപ്പോൾ തന്നെ കേരളത്തിന്റെ വൈദ്യുതി വിതരണ ശൃംഖല തകർന്നു വീണു. പീക്ക് അവറുകളിൽ, അതായത് വൈകുന്നേരം 6 മുതൽ രാത്രി 11 വരെ വൈദ്യുതി നിയന്ത്രിക്കാൻ സബ്സ്റ്റേഷനുകളിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിനെ ലോഡ് ഷെഡിംഗ് എന്ന് വിളിക്കാതെ വോൾട്ടേജ് ക്രമീകരണം എന്ന് ഓമന പേരിട്ട് വിളിക്കുകയാണ് സർക്കാർ. ജനങ്ങളെ ഇത്രത്തോളം വിഡ്ഢികളാക്കുന്ന മറ്റൊരു സർക്കാർ വേറെയുണ്ടോ? കേരളം വൈദ്യുതിയിൽ സ്വയം പര്യാപ്തമാണെന്ന വാദം വെറും പച്ചക്കള്ളമാണ്. കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾ ഞെട്ടും. ആകെ ഉപഭോഗം നോക്കുമ്പോൾ കേരളത്തിന്റെ വാർഷിക ഉപഭോഗം ഏകദേശം 30,000 മില്യൺ യൂണിറ്റുകൾക്ക് മുകളിലാണ്. നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്നത് ഇതിന്റെ വെറും 20 മുതൽ 25% മാത്രം. ബാക്കി 75 മുതൽ 80% എവിടെ നിന്ന് വരുന്നു? ഇതാണ് പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന സത്യം. ഈ സിംഹഭാഗം വൈദ്യുതിയും വരുന്നത് കേന്ദ്ര വിഹിതമായിട്ടും പുറത്തു നിന്നും കേന്ദ്ര ഗ്രിഡ് വഴി വാങ്ങുന്നതുമാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിനിടയിൽ കേരളത്തിൽ പുതിയതായി എത്ര മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട്? അതിരപ്പള്ളി പോലെയുള്ള പദ്ധതികൾക്ക് പിന്നാലെ നടന്ന് സമയം കളഞ്ഞതല്ലാതെ പ്രായോഗികമായൊരു പുതിയ പവർ പ്ലാന്റ് പോലും തുടങ്ങാനായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കേന്ദ്രം തരുന്ന കറണ്ട് വാങ്ങി ബൾബ് കത്തിച്ചിട്ട് ഞങ്ങളാണ് വെളിച്ചം തന്നത് എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്? 2014 മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. വടക്കേ ഇന്ത്യയിലോ തെക്കേ ഇന്ത്യയിലോ വൈദ്യുതി നിലച്ചാൽ അത് പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ എടുക്കും. ഓരോ സംസ്ഥാനവും ഓരോ ദ്വീപുകളെ പോലെയായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി അധികാരമേറ്റതോടെ ഇന്ത്യയുടെ വൈദ്യുതി ചരിത്രം തന്നെ മാറി. വൺ നേഷൻ വൺ ഗ്രിഡ് വൺ ഫ്രീക്വൻസി എന്ന മുദ്രാവാക്യത്തിലൂടെ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ഓപ്പറേഷൻ ഗ്രിഡായി അദ്ദേഹം മാറ്റി. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ കേരളമാണ്. വടക്കേ ഇന്ത്യയിലെ കൽക്കരി പാടങ്ങളിൽ നിന്നോ ഗുജറാത്തിലെയും ലഡാക്കിലെയും വമ്പൻ സോളാർ പാർക്കുകളിൽ നിന്നോ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തത്സമയം തന്നെ കേരളത്തിലെ ഒരു സാധാരണക്കാരന്റെ വീട്ടിലെത്തുന്നത് മോദി സർക്കാർ നിർമ്മിച്ച ഈ ഒരു എനർജി ഹൈവേ വഴിയാണ്. ഈ ഗ്രിഡ് വിപ്ലവം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളം ഇന്നും പഴയ കാലത്തെ പോലെ ആഴ്ചയിൽ 3 ദിവസം പവർ കട്ട് അനുഭവിക്കേണ്ടി വന്നേനെ. കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയുടെ വലിയൊരു പങ്ക് വരുന്നത് തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയത്തിൽ നിന്നാണ്. ഈ പ്ലാന്റ് പണിയുന്ന സമയത്ത് അതിനെതിരെ സമരം ചെയ്തത് ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇട സംഘടനകളും അവരുടെ തണലിലുള്ള ആക്ടിവിസ്റ്റുകളുമാണ്. കൂടംകുളത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയതാണവർ. അന്ന് ആ സമരം വിജയിച്ചിരുന്നുവെങ്കിൽ, ആ പ്ലാന്റ് അടച്ചുപൂട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് കേരളം ഇരുട്ടിലായിരുന്നേനെ. കേന്ദ്രം ഉറച്ചു നിന്നതുകൊണ്ട് മാത്രം ആ പദ്ധതി പൂർത്തിയായി. ഇന്ന് അതേ പ്ലാന്റിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി വാങ്ങിയിട്ടാണ് പിണറായി വിജയൻ പവർ കട്ടില്ല എന്ന് പ്രസംഗിക്കുന്നത്. ഇത് രാഷ്ട്രീയ പാപ്പരത്തം അല്ലെങ്കിൽ പിന്നെന്താ? ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന 2000 മെഗാവാട്ട് ശേഷിയുള്ള HVDC ലൈൻ മോദി സർക്കാരിന്റെ മാസ്റ്റർ പീസുകളിൽ ഒന്നാണ്. 5000 കോടിയിലധികം രൂപ ചിലവഴിച്ച കേന്ദ്ര സർക്കാർ ഇത് നിർമ്മിച്ചത് കേരളത്തിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനാണ്. ഈ പദ്ധതി നടപ്പിലാക്കാൻ നോക്കിയപ്പോഴും തടസ്സവാദങ്ങളുമായി വന്നത് ഇവിടുത്തെ ചില തൽപര കക്ഷികളായിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ കർശനമായ ഇടപെടൽ മൂലം ഈ ലൈൻ യാഥാർത്ഥ്യമായി. ഇന്ന് വേനൽക്കാലത്ത് കേരളം കത്താതെ നിൽക്കുന്നത് ഈ ലൈനിലൂടെ ഒഴുകുന്ന കേന്ദ്ര കറണ്ട് ഉള്ളത് കൊണ്ടാണ്. എന്നിട്ടും ഒരു നന്ദി വാക്ക് പറയാൻ പോലും കേന്ദ്ര സർക്കാരിനോട് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തയ്യാറായിട്ടില്ല. നന്ദി പോട്ടെ, ആ ക്രെഡിറ്റും തട്ടിയെടുക്കുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇന്ന് കടക്കെണിയിൽ ശ്വാസം മുട്ടുന്നു. പിണറായി സർക്കാർ വന്നതിന് ശേഷം KEBയുടെ കടം എത്രയാണെന്ന് അറിയോ? കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനം. എന്നിട്ടും അവിടെ രാഷ്ട്രീയ നിയമനങ്ങളും ധൂർത്തിനും കുറവില്ല. KEBയെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഉദയ്, ഉജ്വൽ, ഡിസ്കം അഷ്വറൻസ് യോജന പോലെയുള്ള പദ്ധതികൾ വഴി ലഭിച്ച കോടിക്കണക്കിന് രൂപ ഇവിടെ പോയി. വിതരണ ശൃംഖല മെച്ചപ്പെടുത്താനും ട്രാൻസ്ഫോമറുകൾ നവീകരിക്കാനും കേന്ദ്രം നൽകിയ ഫണ്ട് കൃത്യമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വോൾട്ടേജ് കുറയുമ്പോൾ ഫീഡറുകൾ ഓഫ് ചെയ്യേണ്ടി വരുമായിരുന്നില്ല. സ്മാർട്ട് മീറ്റർ പദ്ധതിയെ എതിർക്കുന്ന സർക്കാർ ആധുനികവൽക്കരണത്തെ ഭയപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്?
അഴിമതി പുറത്തു വരുമെന്ന പേടിയാണോ? അത് തന്നെയാണെന്ന് നമുക്കറിയാം. എന്തായാലും ലോകം മുഴുവൻ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് റിന്യൂവബിൾ എനർജിയിലേക്ക് മാറുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു? ഇന്ത്യ ഇന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സോളാർ പവർ ഉൽപാദകരാണ്. മോദി സർക്കാർ വീടുകൾ തോറും സോളാർ എത്തിക്കാൻ PM സൂര്യഘർ പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നു. എന്നാൽ കേരളത്തിൽ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ മന്ദഗതിയിലും. ജനങ്ങൾക്ക് സോളാർ പാനലുകൾ വഴി സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സൗകര്യം ചെയ്താൽ KSEBയുടെ കുത്തക തകരുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. വരും കാലങ്ങളിൽ കേരളം നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരം കേന്ദ്ര പദ്ധതികൾ മാത്രമാണ്. രാത്രി 6 മണി മുതൽ 11 മണി വരെ AC ഉപയോഗിക്കരുത്, വാഷിംഗ് മെഷീൻ ഇടരുത് എന്ന് KSEB പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ജനങ്ങൾ നികുതി നൽകുന്നത് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാനല്ലേ? കടുത്ത ചൂടിൽ രാത്രിയിൽ പോലും AC ഇടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചത് സർക്കാരിന് ദീർഘവീക്ഷണമില്ലായ്മയാണ്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ പണമില്ലാത്തതും ഉള്ള വൈദ്യുതി എത്തിക്കാൻ ശേഷിയുള്ള ലൈനുകൾ ഇല്ലാത്തതും സർക്കാരിന്റെ തന്നെ പരാജയമാണ്. എന്നിട്ട് കുറ്റം മുഴുവൻ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നു. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരിൽ നിന്നും പിഴ ഈടാക്കാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ഇടതുപക്ഷം എക്കാലത്തെയും വികസന വിരുദ്ധതയുടെ വക്താക്കളായിരുന്നു. ട്രാക്ടർ വന്നപ്പോൾ തടഞ്ഞു, കമ്പ്യൂട്ടർ വന്നപ്പോൾ അടിച്ചു തകർത്തു. അതുപോലെ തന്നെയായിരുന്നു ഊർജ്ജ മേഖലയിലെ നിലപാടുകളും. സൈലന്റ് വാലി തൊട്ട് അതിരപ്പള്ളി വരെ എല്ലാ പദ്ധതികളെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചു. എന്നാൽ പകരം എന്ത് എന്ന ചോദ്യത്തിനാണെങ്കിലോ അവരുടെ പക്കൽ യാതൊരു ഉത്തരവുമില്ല. ഇന്ന് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഭാരതത്തെ മുഴുവൻ ഒരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെ ഊർജ്ജ ഭൂപടത്തിൽ ബന്ധിപ്പിച്ചപ്പോ അതിന്റെ ഫലം അനുഭവിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആ നേട്ടത്തെ സ്വന്തം അക്കൗണ്ടിൽ എഴുതാനായി ശ്രമിക്കുന്നത് ലജ്ജാകരമാണല്ലോ. നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സേവനത്തിന്റെ ഗുണനിലവാരവും കുറയുന്നു. ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് പത്രങ്ങളിൽ പരസ്യം നൽകാൻ നമ്മുടെ നികുതി പണം കോടികളാണ് ഈ സർക്കാർ, ഈ പാഴായി പോയ സർക്കാർ ചെലവഴിക്കുന്നത്. ആ പണം വിതരണ ശൃംഖല നവീകരിക്കാൻ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ ഗതികേട് വരില്ലായിരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് കേരളം ഇന്ന് വെളിച്ചത്തിൽ ഇരിക്കുന്നത്. കേന്ദ്രം നൽകുന്ന ഗ്രാന്റുകളും മോദി സർക്കാർ നിർമ്മിച്ച പവർ ഗ്രിഡുകളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ സർക്കാർ നമ്മളെ ഇരുട്ടറയിൽ തള്ളിവിട്ടേനെ. ഇനി നിങ്ങളുടെ വീട്ടിലെ ലൈറ്റ് തെളിയുമ്പോൾ അത് തിരുവനന്തപുരത്തെ ഭരണകൂടത്തിന്റെ ഔദാര്യമല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് ഭാരതത്തിന്റെ അഖണ്ഡതയുടെയും നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ ഭരണാധികാരിയുടെയും അധ്വാനത്തിന്റെ ഫലമാണ്. കേരളത്തെ ഇരുട്ടിൽ നിന്നും മോചിപ്പിച്ചത് പിണറായി വിജയനല്ല, ഇരുട്ടിലേക്ക് തള്ളിവിട്ടതാണ് ആ മനുഷ്യൻ. മറിച്ച് ഡൽഹിയിലെ ആ നിശ്ചയദാർഢ്യമാണ്. ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ നുണപ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ, ഈ മെയ് 4-ന് ജനങ്ങൾ തന്നെ മറുപടി നൽകും. സത്യങ്ങൾ മൂടി വെക്കാൻ കഴിയില്ല. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കേരളം നേരിടുന്ന ഈ ഊർജ്ജ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം എല്ലാവരും അറിയട്ടെ. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.